ത്രിയേക ദൈവത്തിന് സ്തുതി. കാലയവനികയ്ക്കുള്ളിൽ മറയപ്പെട്ട മഹത് വ്യക്തികളുടെ ആർദ്രമായ ഹൃദയത്തിൽ നിന്നുയർന്ന സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രചോദനം ഉൾക്കൊണ്ട് ആ സമയത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകൾ സമകാലിക ലോകത്തിലെ ജനഹൃദയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സമയം സാക്ഷിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ദൈവത്തെ കാണാൻ അൾത്താരയിലേക്ക് മാത്രമല്ല പാടവരമ്പുകളിലേക്ക് നോക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു മനുഷ്യനുണ്ട്. സുവിശേഷം പ്രസംഗിക്കുന്നതിനേക്കാൾ വലിയ പുണ്യമാണ് വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നത് എന്ന് പൂർണ്ണമായും വിശ്വസിച്ച ഒരു മനുഷ്യൻ. ഭാരതത്തിൻ്റെ പരമ്പരാഗത കാർഷിക രീതികളെ ശാസ്ത്രീയമായി പരിഷ്കരിച്ച അലഹാബാദ് അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ശില്പി സാം ഹിഗിൻബോട്ടം ത്യാഗപൂർണമായ ആ മിഷണറിയുടെ ചരിത്രത്തിലേക്ക് സമയം സാക്ഷി ഇന്ന് വിരൽ ചൂണ്ടുന്നു. 1874 ഇംഗ്ലണ്ടിലായിരുന്നു സാം ഹിഗിൻബോട്ടത്തിൻ്റെ ജനനം. പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറിയ അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും ബിരുദം നേടുകയുണ്ടായി. ഒരു മിഷണറിയായി ചൈനയിലേക്ക് പോകാനായിരുന്നു സാം ആദ്യം ആഗ്രഹിച്ചത്. എന്നാൽ ദൈവഹിതം മറ്റൊന്നായിരുന്നു. 1903 സാമിൻ്റെ ഒരു സുഹൃത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം ഭാരതത്തിൽ അലഹാബാദിൽ എത്തിച്ചേർന്നു. അലഹാബാദിലെ ക്രിസ്ത്യൻ കോളേജിൽ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുവാനായിരുന്നു അദ്ദേഹം ആദ്യം നിയോഗിക്കപ്പെട്ടത്. എന്നാൽ കോളേജ് മുറികൾക്കുള്ളിലെ പാഠങ്ങളെക്കാൾ പുറത്തെ ലോകത്തെ ദാരിദ്ര്യമാണ് സാമിനെ വല്ലാതെ അസ്വസ്ഥനാക്കിയത്. ഗ്രാമങ്ങളിലെ പാവപ്പെട്ട കർഷകർ നേരിടുന്ന കഷ്ടപ്പാടുകൾ അദ്ദേഹം നേരിട്ട് കണ്ടു. ഓരോ വർഷം ഉണ്ടാകുന്ന ക്ഷാമവും പട്ടിണി മരണങ്ങളും അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തി. ഭാരതത്തിലെ കർഷകർ പഴയ രീതിയിലുള്ള പാരമ്പര്യ കൃഷി രീതികളാണ് പിന്തുടർന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ വിളവ് വളരെ കുറവായിരുന്നു. മണ്ണും വളവും ജലസേചനവും എങ്ങനെ ശാസ്ത്രീയമായി കൂട്ടിയോജിപ്പിച്ച് കൈകാര്യം ചെയ്യണമെന്ന് ആ പാവപ്പെട്ട കർഷകർക്ക് അറിവില്ലാത്ത ഒരു കാലഘട്ടം. അന്നേരം കേവലം വേദപുസ്തകം കയ്യിലെടുത്തത് കൊണ്ട് മാത്രം ആ പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റുവാൻ കഴിയുകയില്ല എന്ന് സാം ഹിഗിൻബോട്ടം ഉറച്ചു വിശ്വസിച്ചു. വിശക്കുന്നവൻ്റെ മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് അപ്പത്തിൻ്റെ രൂപത്തിലായിരിക്കും എന്ന ആശയമാണ് സാം ഹിഗിൻബോട്ടത്തിൻ്റേത്. കർഷകരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താതെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് അർത്ഥമില്ല എന്ന് അദ്ദേഹം കോളേജ് അധികൃതരോട് വാദിച്ചു. കൃഷി പഠിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഒരു ജനതയെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയൂ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ആദ്യകാലങ്ങളിൽ പലരും സാമിനെ പരിഹസിച്ചു. ഒരു മിഷണറി എന്തിനാണ് മണ്ണിലിറങ്ങുന്നത് എന്നായിരുന്നു അവരുടെ വിചിത്രമായ ചോദ്യം. എന്നാൽ വിമർശനങ്ങൾ സാം ഹിഗിൻബോട്ടം കാര്യമാക്കിയില്ല. ഭാരതത്തിന് വേദപ്രസംഗങ്ങളല്ല, മറിച്ച് വയറു നിറയെ ആഹാരമാണ് ആ കാലഘട്ടത്ത് വേണ്ടിയിരുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ ലക്ഷ്യത്തോടെ കൃഷിയിൽ ഉപരിപഠനം നടത്തുവാനായി അദ്ദേഹം ആഗ്രഹിച്ചു. അതിനായി അദ്ദേഹം വീണ്ടും അമേരിക്കയിലേക്ക് തിരിച്ചുപോയി. അമേരിക്കയിൽ നിന്ന് കാർഷിക ബിരുദം നേടിയ ശേഷം 1911 സാം ഭാരതത്തിലേക്ക് തിരികെ എത്തി. യമുന നദിയുടെ തീരത്ത് 60 ഏക്കർ തരിശു ഭൂമി അദ്ദേഹം വിലയ്ക്ക് വാങ്ങി. ആരും കൃഷി ചെയ്യാൻ മടിച്ചിരുന്ന ആ വരണ്ട മണ്ണിൽ അദ്ദേഹം തൻ്റെ പരീക്ഷണങ്ങൾ തുടങ്ങി. അങ്ങനെയാണ് പ്രിയരെ അലഹാബാദ് അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന മഹത്തായ സ്ഥാപനം പിറവിയെടുക്കുന്നത്. ആധുനിക ഉപകരണങ്ങളും യന്ത്രങ്ങളും അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഭാരതത്തിലേക്ക് എത്തിച്ചു.
നിലമുഴുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെ ശാസ്ത്രീയമായ രീതികൾ അദ്ദേഹം കർഷകർക്ക് കാണിച്ചു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. തരിശായി കിടന്ന ആ മണ്ണ് മെല്ലെ മെല്ലെ പച്ചപ്പണിഞ്ഞു. ആധുനിക കൃഷിരീതികൾ ഉപയോഗിച്ചാൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ വിളവ് ലഭിക്കുമെന്ന് ആ കാലത്ത് ആ പാവപ്പെട്ട ജനം മനസ്സിലാക്കുകയായിരുന്നു. സാം ഹിഗിൻബോട്ടം വെറുമൊരു അധ്യാപകനായിരുന്നില്ല പ്രിയരെ. അദ്ദേഹം നേരിട്ട് പാടത്തിറങ്ങി പണിയെടുത്തു. ചെളിയിലും മണ്ണിലും ഇറങ്ങി അദ്ദേഹം കർഷകർക്ക് മാതൃകയായി. ഒരു മിഷണറി ഇത്രയധികം അധ്വാനിക്കുന്നത് കണ്ട ഗ്രാമീണർ അത്ഭുതപ്പെട്ടു. ജാതിയും മതവും നോക്കാതെ എല്ലാവർക്കും അദ്ദേഹം കാർഷിക അറിവ് പകർന്നു നൽകി. കാലിത്തീറ്റ നിർമ്മാണം, ക്ഷീരവികസനം, മുട്ടക്കോഴി വളർത്തൽ എന്നിവയും അദ്ദേഹം തൻ്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനങ്ങളെ പഠിപ്പിച്ചു. കൃഷി എന്നത് കേവലം ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കലല്ല, മറിച്ച് ഒരു വലിയ വ്യവസായമാണ്, ഒരു വലിയ സാധ്യതയാണ് എന്ന് അദ്ദേഹം സമൂഹത്തെ ബോധ്യപ്പെടുത്തി. ഗ്രാമങ്ങളിലെ യുവജനങ്ങൾക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു വലിയ ആശ്വാസ കേന്ദ്രമായി മാറി. ഇന്ന് ഈ സ്ഥാപനം സാം ഹിഗിൻബോട്ടം യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ ടെക്നോളജി ആൻഡ് സയൻസസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച കാർഷിക സർവകലാശാലകളിൽ ഒന്നാണിത്. ഇന്ത്യയിലെ കാർഷിക വിദ്യാഭ്യാസത്തിൻ്റെ പിതാവായി സാം ഹിഗിൻബോട്ടം ഇന്നും ആദരിക്കപ്പെടുന്നുണ്ട്. സാമിൻ്റെ പ്രവർത്തനങ്ങൾ ഒരിക്കൽ മഹാത്മാഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. 1917 ഗാന്ധിജി അലഹാബാദിലെ ഈ സ്ഥാപനം സന്ദർശിച്ചു. സാമിൻ്റെ ലളിതമായ ജീവിത രീതിയും കൃഷിയോടുള്ള അഭിനിവേശവും ഗാന്ധിജിയെ ഏറെ ആകർഷിക്കുകയുണ്ടായി. ഗ്രാമസ്വരാജ് എന്ന തൻ്റെ സ്വപ്നം സാമിലൂടെ പൂവണിയുന്നത് ഗാന്ധിജി കണ്ട് സന്തോഷിച്ചു എന്നാണ്. പിന്നീട് ഗാന്ധിജിയും സാമും തമ്മിൽ വലിയൊരു സൗഹൃദം ഉടലെടുക്കുകയുണ്ടായി. കാർഷിക പ്രശ്നങ്ങളിൽ ഗാന്ധിജി സാമിൻ്റെ അഭിപ്രായങ്ങൾ തേടാറുണ്ടായിരുന്നു എന്നാണ് ചരിത്രം. ഇന്ത്യയിലെ ഗ്രാമങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ സാമിനെ പോലെയുള്ളവർ ഓരോ ഗ്രാമത്തിലും ഉണ്ടാകണമെന്ന് ഗാന്ധിജി പറയുകയുണ്ടായി. രണ്ടുപേരുടെ ലക്ഷ്യം ഭാരതത്തിലെ ദരിദ്രരുടെ ഉന്നമനമായിരുന്നു. വിശ്വാസങ്ങൾ വ്യത്യസ്തമായിരുന്നു എങ്കിലും സേവനത്തിൻ്റെ കാര്യത്തിൽ സാമും ഗാന്ധിജിയും കരം കോർത്ത് നിന്നു. രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലാണ് കാര്യമെന്ന് സാമും ഗാന്ധിജിയെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഗാന്ധിജി രൂപം നൽകിയ കാർഷിക പദ്ധതികളിൽ പലതിലും സാമിൻ്റെ ഉപദേശങ്ങളുണ്ടായിരുന്നു. പിന്നീട് നെഹ്റുവിനെ പോലെയുള്ള ദേശീയ നേതാക്കളും സാമിൻ്റെ കാർഷിക ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ചു. ആധുനിക ഇന്ത്യയുടെ ശില്പികൾക്ക് കാർഷിക രംഗത്ത് വലിയ മാതൃകയായിരുന്നു സാം ഹിഗിൻബോട്ടം. ഒരു വിദേശിയായിരുന്നിട്ടും ഇന്ത്യയുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ഇത്രയധികം ആഴത്തിൽ പഠിച്ച മറ്റൊരാൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ എന്ന് തന്നെ സംശയം. ഈ സൗഹൃദം ഭാരതത്തിലെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് പുതിയൊരു മുഖം നൽകി. മതം മാറ്റുന്നവരല്ല, മറിച്ച് മനുഷ്യൻ്റെ മനം മാറ്റുന്നവരാണ് യഥാർത്ഥ മിഷണറിമാർ എന്ന് സാം തെളിയിച്ചു. ഗാന്ധിജി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് മിഷണറിമാരിലെ ഏറ്റവും മികച്ച മാതൃക എന്നാണ്. സാം ഹിഗിൻബോട്ടം കാർഷിക രംഗത്ത് മാത്രം ഒതുങ്ങി നിന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏദൽ ഹിഗിൻബോട്ടം പാവപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ധാരാളമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ആ കാലഘട്ടത്തിൽ. അലഹാബാദിലെ കുഷ്ഠരോഗികൾക്കായി അവർ ഒരു പ്രത്യേക കേന്ദ്രം ആരംഭിച്ചു. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർക്ക് സാമും ഭാര്യയും അഭയമായി മാറി. കുഷ്ഠരോഗികൾക്കും കൃഷി ചെയ്യാൻ കഴിയുമെന്ന് പിന്നീട് സാം തെളിയിച്ചു. ശാരീരികമായ വൈകല്യങ്ങളുള്ളവർക്ക് ചെയ്യുവാൻ കഴിയുന്ന ജോലികൾ അദ്ദേഹം കണ്ടെത്തി നൽകി.
അവരെ വെറുമൊരു രോഗിയായിട്ടല്ല, മറിച്ച് അധ്വാനിക്കുവാൻ ശേഷിയുള്ള മനുഷ്യരായിട്ടാണ് സാം കണ്ടത്. ഇതവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഭക്ഷണം നൽകുന്നതോടൊപ്പം തന്നെ അവരെ ശുചിത്വത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചുമെല്ലാം സാം ബോധവൽക്കരിച്ചു. രോഗം വന്നാൽ ഭയപ്പെടേണ്ടതില്ല എന്നും ശരിയായ ചികിത്സയും ഭക്ഷണവുമൊക്കെ ഉണ്ടെങ്കിൽ അതിജീവനം സാധ്യമാണ് എന്നും ആ പാവപ്പെട്ട രോഗികൾക്ക് അദ്ദേഹം ആത്മവിശ്വാസം പകർന്നു നൽകി. മിഷണറി പ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രായോഗികമായ പാഠങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്താൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായ അനേകം സന്നദ്ധ പ്രവർത്തകർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അലഹാബാദിലേക്ക് എത്തി ഒരു മിഷണറിയുടെ സ്നേഹം എങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യത്തെയും സാമ്പത്തിക നിലയെയും പ്രത്യേകിച്ച് കാർഷിക രംഗത്തെയും മാറ്റുമെന്ന് സാം കാണിച്ചു കൊടുത്തു. ആയിരക്കണക്കിന് ആളുകൾക്ക് സാമിൻ്റെ കുടുംബം ഒരു തണലായി മാറി. പ്രിയരെ, കുഷ്ഠരോഗികളെ തൊടാൻ ഭയന്നിരുന്ന കാലത്ത് അവർക്കിടയിൽ പോയി നിന്ന് ഭക്ഷണം വിളമ്പുവാനും അവരുടെ മുറിവുകൾ കഴുകുവാനും സാം കാണിച്ച അസാമാന്യ ധൈര്യം നമ്മെ ഏവരെയും വിശ്വാസ പരിസരങ്ങളിൽ വിസ്മയത്തിലേക്ക് നയിക്കുന്നതാണ്. കാർഷിക വിപ്ലവത്തിനൊപ്പം തന്നെ കാരുണ്യത്തിൻ്റെ ഈ വലിയ വിപ്ലവവും അദ്ദേഹം നടത്തി. അത് സമയം സാക്ഷ്യം വഹിച്ച വലിയൊരു പുണ്യം തന്നെയായിരുന്നു. 40 വർഷത്തിലേറെ ഭാരതത്തിൽ സേവനം ചെയ്തതിന് ശേഷം 1944 സാം ഹിഗിൻബോട്ടം വിശ്രമ ജീവിതത്തിനായി പിന്നെയും അമേരിക്കയിലേക്ക് മടങ്ങി. പോകുമ്പോൾ അദ്ദേഹം തൻ്റെ പിൻഗാമികളോട് പറഞ്ഞതൊന്നായിരുന്നു: ഈ മണ്ണിനെയും ഇവിടുത്തെ ജനങ്ങളെയും സ്നേഹിക്കുക എന്ന്. പ്രിയരെ, 1958 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് ഭാരത സർക്കാർ അദ്ദേഹത്തിന് അനേകം ബഹുമതികൾ നൽകിയിട്ടുണ്ട്. അലഹാബാദിലെ അദ്ദേഹം തുടങ്ങിയ സർവകലാശാല ഇന്നും ഭാരതത്തിലെ ആയിരക്കണക്കിന് കാർഷിക വിദഗ്ധരെ വാർത്തെടുക്കുന്ന ഒന്നാണ്. ഹരിത വിപ്ലവത്തിന് മുന്നോടിയായുള്ള ഒരു വലിയ അടിത്തറയായിരുന്നു സാം നിർമ്മിച്ചിട്ട് പോയത്. ഇന്ന് നമ്മൾ കാണുന്ന കാർഷിക യന്ത്രങ്ങളും രാസവളങ്ങളുടെ ശരിയായ അല്ലെങ്കിൽ ശാസ്ത്രീയ ഉപയോഗവും ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയത് സാമിനെ പോലുള്ള മിഷണറി വര്യന്മാരാണ് എന്ന് ഇന്ന് മിഷണറിമാരെ പീഡിപ്പിക്കുന്ന സമൂഹം മനസ്സിലാക്കുന്നുണ്ടോ? കേവലം സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കാതെ പ്രായോഗികമായി എങ്ങനെ വിജയിപ്പിക്കാമെന്ന് അദ്ദേഹം കാണിച്ചു തരുന്നു. അത് ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയെ ശക്തിപ്പെടുത്തി എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും വിദേശ മിഷണറിമാരെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നവർക്ക് സാം ഹിഗിൻബോട്ടത്തിൻ്റെ ജീവിതം ഒരു മറുപടിയാണ്. മിഷണറിമാരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് നേരെയുള്ള ശരിയായ വിരൽ ചൂണ്ടലാണത്. തൻ്റെ വിജ്ഞാനവും തൻ്റെ ആരോഗ്യവും സമയവും അദ്ദേഹം ഭാരതത്തിലെ നന്മയ്ക്കായി നീക്കിവെച്ചു. തൻ്റെ പിതാവിൻ്റെ മണ്ണല്ലെങ്കിലും ഈ മണ്ണിനെ അദ്ദേഹം പ്രാണനേക്കാൾ സ്നേഹിച്ചു. സാം ഹിഗിൻബോട്ടം എന്ന പേര് ഭാരതത്തിൻ്റെ കാർഷിക ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ഒന്നാണ്. ഒരു മനുഷ്യന് തൻ്റെ പ്രവൃത്തിയിലൂടെ ജീവിതത്തെ, ഒരു സമൂഹത്തെ എങ്ങനെ മഹത്വപ്പെടുത്താമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സാം ഹിഗിൻബോട്ടം എന്ന ആദരണീയനായ ആ മിഷണറി. സമയം ഈ മഹത്തായ ജീവിതത്തിന് എന്നും സാക്ഷി തന്നെയായിരിക്കും. സാം ഹിഗിൻബോട്ടത്തിൻ്റെ ആത്മീയത എന്നത് അധ്വാനത്തിൻ്റെ ആത്മീയതയായിരുന്നു. മണ്ണിനെ പവിത്രമായി കാണുക. മണ്ണിനെയും മനുഷ്യനെയും അറിയുന്നവർക്ക് ദൈവത്തെ അറിയുവാൻ സാധിക്കുകയുള്ളൂ എന്നൊരു പാഠം കൃഷിയെ പ്രാർത്ഥനയായി അദ്ദേഹം കണ്ടു. സ്വർഗരാജ്യം ഈ ഭൂമിയിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ വേണം ആരംഭിക്കുവാനെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. വായനയേക്കാൾ കൂടുതൽ അദ്ദേഹം പാഠങ്ങളിൽ ചെലവഴിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പ്രധാന പാഠം പ്രായോഗിക ബുദ്ധിയാണ്. ഏതു വലിയ പ്രശ്നത്തിലും പരിഹാരം കണ്ടെത്താൻ
ശാസ്ത്രീയമായ ചിന്തയും കഠിനാധ്വാനവും വേണമെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. പ്രതിസന്ധികളിൽ തളരാതെ പുതിയ വഴികൾ കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിക്കണം എന്ന്. പ്രിയരെ, മറ്റൊരു പാഠം മനുഷ്യത്വത്തിൻ്റെ അതിർവരമ്പുകളില്ലാത്ത സ്നേഹം എന്നതാണ്. മറ്റൊരു രാജ്യത്ത് നിന്ന് വന്ന് ഭാരതത്തിൻ്റെ ഗ്രാമീണ ഹൃദയമിടിപ്പ് തിരിച്ചറിയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് എത്ര അത്ഭുതമാണ്. താൻ ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണമായും വിശ്വസ്തത പുലർത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നയം. ഇത് നമ്മൾ ഓരോരുത്തരും മാതൃകയാക്കേണ്ട ഒന്നല്ലേ? മറ്റൊരു മുഖമെന്നത് എളിമയാണ്. വലിയ പണ്ഡിതനായിരുന്നിട്ടും ഒരു സാധാരണ കർഷകനോടൊപ്പം നിലത്തിറങ്ങി പണിയെടുക്കുവാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അറിവ് എന്നത് മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി ഉള്ളതാണ് എന്ന വലിയ സന്ദേശവും അദ്ദേഹം സ്വജീവിതത്തിലൂടെ പകർന്നു നൽകി. പ്രിയരെ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സാം ഹിഗിൻബോട്ടം, ഫാദർ ഡാമിയൻ, ഐഡാ സ്കഡർ തുടങ്ങിയവരെ പോലെ മൂല്യബോധമുള്ള, ദൈവസ്നേഹം യഥാർത്ഥമായിട്ടും അനുഭവിച്ചറിഞ്ഞ ഒരു കൂട്ടം മിഷണറിമാർ ഭാരതത്തിൽ വന്ന് വേദപുസ്തകത്തെക്കാൾ ഉപരിയായി ഇവിടുത്തെ ജീവിതം വ്യക്തമായി മനസ്സിലാക്കി ജനങ്ങളെ കൂടുതലും മൂല്യമുള്ളവരാക്കി മാറ്റുവാൻ പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഭാരതത്തിലും ഇന്ന് കാണുന്ന വളർച്ചയിലേക്ക് എത്തിച്ചേരപ്പെട്ടത്. 2026 എന്ന വർഷത്തിലും ഭാരതത്തിലെ പലയിടങ്ങളിലും പല മിഷണറിമാരും സാം ഹിഗിൻബോട്ടത്തെ പോലുള്ളവരുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ നിന്നിറങ്ങി തിരിച്ച പ്രാദേശിക മിഷണറിമാർ ആ സ്നേഹം, അറിഞ്ഞ സത്യം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ ശ്രമിക്കുമ്പോൾ അവരെ ചെരുപ്പുമാല അണിയിച്ച് സ്വീകരിക്കുന്ന ഭാരതത്തിലെ ഒരു കൂട്ടം ജനങ്ങൾ ദൈവാലയങ്ങൾ അതിക്രമിച്ചു കയറി മൈക്ക് കൈയടക്കി പല തത്വസംഹിതകളും വാതോരത വിളിച്ചു പറയുമ്പോഴും ക്ഷമയിലൂടെ, സഹനത്തിലൂടെ ക്രിസ്തു സ്നേഹം ഉയർത്തിപ്പിടിക്കുന്ന മിഷണറിമാർ ഇന്നുമുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. നോക്കൂ, ഇംഗ്ലണ്ടിലെ സുഖലോലുപതകളിൽ നിന്ന് ഭാരതത്തിലെ പാടവരമ്പുകളിൽ ഇറങ്ങി വന്ന് കർഷകർക്കൊപ്പം ആ ദുർഗന്ധത്തിൽ, ആ അഴുക്കുകളിൽ അധ്വാനിച്ച്, എന്നാൽ കാർഷിക മേഖലയ്ക്ക് പുത്തനുണർവ്, ശാസ്ത്രീയമായ അവബോധങ്ങൾ നൽകി ഇന്ന് ഭാരതത്തിലെ കാർഷിക മേഖലയെയും ഇത്ര ഉയരത്തിൽ നിർത്തിയിരിക്കുന്നതിൽ സാം ഹിഗിൻബോട്ടത്തെ പോലുള്ള മിഷണറി വീരന്മാരുടെ പങ്ക് ചെറുതല്ല എന്ന് പ്രിയരെ നമ്മൾ ഓർക്കണം. ഇന്നും മിഷണറിമാർക്ക് വിളിച്ചു പറയാൻ ഒന്നേ ഉള്ളൂ: ദൈവം സ്നേഹമാണ്. ആ സ്നേഹം യഥാർത്ഥമായിട്ട് അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ സ്നേഹത്തെ നിനക്ക് തരാനും എനിക്ക് മടിയില്ല. നീ എന്നെ ഉപദ്രവിക്കുമ്പോഴും ആ സ്നേഹം നിനക്ക് തരാൻ എനിക്ക് മടിയില്ല എന്ന് യഥാർത്ഥ മിഷണറിമാർ ഇന്നും പറയും. പ്രിയരെ, സമയം സാക്ഷിയിലൂടെ നമ്മളിന്ന് പരിചയപ്പെട്ട സാം ഹിഗിൻബോട്ടം നമുക്ക് നൽകുന്നത് സ്നേഹമെന്ന ഒരു വെറും വാക്കല്ല, കഠിനാധ്വാനമാണ്. അപരൻ്റെ വിശപ്പ് സ്വന്തം വിശപ്പായി കാണുമ്പോഴാണ് നന്മ ഉണ്ടാകുന്നത് എന്ന പാഠം. ഭാരതത്തിൻ്റെ പാടശേഖരങ്ങളിൽ ഇന്നും സാമിൻ്റെ സ്മരണകൾ തിരതല്ലുന്നുണ്ട്. ഗ്രഹാം സ്റ്റെയിൻസിനെ പോലെയും പണ്ഡിത രമാഭായിയെ പോലെയും സാം ഹിഗിൻബോട്ടവും ഈ നാടിന് നൽകിയത് കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ പുതിയൊരു വെളിച്ചമാണ്. വിദ്വേഷമില്ലാത്ത, പട്ടിണിയില്ലാത്ത ഒരു ലോകം പണിയുവാൻ ഇവരെ പോലുള്ള മിഷണറി വീരന്മാരുടെ ജീവിതം നമുക്കും പ്രചോദനമാകട്ടെ. സമയം സാക്ഷിയുടെ ഇന്ന് അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. സേവനത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലുമായി മറ്റൊരു സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.